കർദിനാളിനൊപ്പം ശുശ്രൂഷയിലാകെ, അദ്ദേഹത്തിൻ്റെ യാത്രയിലാകെ, ലോകമാകെ ഒപ്പമുള്ള കൂവക്കാട്ടിൽ പിതാവ്. അദ്ദേഹം ആ ചുമതലകളിൽ തന്നെയാകും തുടരുക. പക്ഷേ ഇപ്പോൾ ഒരു പുരോഹിതന് എത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനം, മാർപ്പാപ്പ കഴിഞ്ഞാൽ ഒരു പുരോഹിതന് എത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ അംഗമായി മാറാൻ കൂവക്കാട്ടിൽ പിതാവിനും സാധിച്ചു എന്ന അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് ഇന്ത്യൻ കത്തോലിക്ക സഭയും ഭാരതീയ കത്തോലിക്ക സഭയും കടന്നു പോകുന്നത്. കോട്ടയത്ത് കൂവക്കാട് പിതാവ് അദ്ദേഹത്തിൻ്റെ ഇടവകയായ ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാതാ പള്ളിയിൽ ഇപ്പോൾ ഷിനോജ് എസ്റ്റി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, ആ പള്ളിയിലെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചതാണ്. വിശ്വാസം സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. വിശ്വാസിയെ സംബന്ധിച്ച് മാത്രമല്ല, ദേശക്കാരെ സംബന്ധിച്ചും നമ്മളെ ആകെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങിനാണ് ഈ നിമിഷം സാക്ഷ്യം വഹിച്ച് കടന്നു പോകുന്നത്. സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ഇടയൻ. എത്രത്തോളം സന്തോഷം, ഒപ്പം പ്രാർത്ഥനാഭരിതമാണ് അവിടെ കാര്യം. രതീഷ്, കൂവക്കാട് പിതാവിൻ്റെ മാതൃഇടവകയായ ചങ്ങനാശ്ശേരി മാമൂട് പള്ളിയിൽ സാധാരണ പള്ളിപ്പെരുന്നാൾ നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. എന്നാൽ ഡിസംബറിൽ ഒരു പള്ളിപ്പെരുന്നാൾ കൂടിയതിൻ്റെ ഫീലിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ബിഗ് സ്ക്രീനിൽ വത്തിക്കാനിലെ തത്സമയ സംരക്ഷണങ്ങളൊക്കെ തന്നെ ഇവിടെ വെച്ച് കാണിച്ചു. ബിഗ് സ്ക്രീനിൽ കൂവക്കാട് പിതാവിൻ്റെ മുഖം ഓരോ തവണ മിന്നി വാങ്ങിയപ്പോഴും നിറഞ്ഞ കയ്യടി. ഒടുവിൽ ഇത്തരത്തിൽ സ്ഥാനാരോഹണം ചടങ്ങുകളൊക്കെ പൂർത്തിയായ സമയത്ത് പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമൊക്കെയാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ ഇടവക കമ്മിറ്റി അംഗങ്ങളും ഒക്കെ തന്നെ ഈ വിശ്വാസികളൊക്കെ തന്നെ ഈ പുതിയ അവരുടെ നാടിൻ്റെ കർദിനാളിനെ ആഘോഷം, വിജയം ഒക്കെ ആഘോഷിച്ചത്. എന്തായാലും വളരെ സന്തോഷമായില്ലേ? അതെ, ഒത്തിരി സന്തോഷമായി. ദൈവം തന്നെ വലിയൊരു അനുഗ്രഹം. ഇത് ക്രിസ്മസിന് മുന്നേ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. ക്രിസ്മസിന് ഇരട്ടി മധുരം, ക്രിസ്മസിന് ഇരട്ടി മധുരം. അതെ അതെ അതെ, വലിയൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെ ഇത്. തോന്നുന്നു പറയാനില്ല. അത്രയധികം ആഹ്ലാദത്തിലാണ്, അത്രയധികം സന്തോഷത്തിലാണ്. ഇതിനൊക്കെ ഞങ്ങൾ യോഗ്യരാണോ എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് കൊച്ചു കുടുംബത്തിലേക്ക് ഇത്രയും വലിയൊരു ദാനം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ഇപ്പോഴും എങ്കിൽ പോലും ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും, പൗത്യപിതാവിന് പ്രത്യേകിച്ചും നന്ദി പറയുന്നു. ഒത്തിരി നന്ദി. ഈ പുറകിലിരിക്കുന്ന കൂവക്കാട് പിതാവിൻ്റെ സഹോദരിയുടെ മക്കളാണ്. അങ്കിൾ ഇനി കർദിനാളാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മൾ നേരിട്ടതിങ്ങനെ കാണുമ്പോൾ എനിക്ക് വളരെയായിരുന്നു. പിന്നെ നല്ല രീതിക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ പോകണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? തോന്നി. പക്ഷെ ഇവിടെ ഇരുന്ന് കണ്ട എല്ലാവരും കൈയടിയൊക്കെ കേട്ടില്ലേ? അവരുടെ ആ ഒരു സ്നേഹം അവർ കാണിച്ചെനിക്ക്, എന്താ പറയുക, അങ്കിളിനോടുള്ള സ്നേഹം അവർ കാണിച്ചത്. ഇവിടെ ഇപ്പം എനിക്കിനി ഒന്നും പറയാൻ വാക്കുകളില്ല. എന്തായാലും അത് തന്നെയാണ് കൂടുതൽ. എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ചങ്ങനാശ്ശേരി മാമൂടുള്ള ഈ പള്ളിയിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പം ഈ ചങ്ങനാശ്ശേരി ML ജോബ് മൈക്കിലൂടെ ചേരുകയാണ്. നിങ്ങളെ നാടിനിപ്പോൾ ഒരു പുതിയ മേൽവിലാസം കൂടി ആയിരിക്കും അല്ലേ? ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് പടിയറ പിതാവിന് ശേഷം ആലഞ്ചേരി പിതാവ് ഇപ്പോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കൂവക്കാട് പിതാവിനെ കിട്ടിയിരിക്കുന്നു. കർദിനാളായി അഭിഷേകം ചെയ്തു. പിതാവിന് എല്ലാവിധമായ ദൈവാനുഗ്രഹവും. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വർഷമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അഭിമാനത്തിൻ്റെ നിമിഷം. രതീഷ്, അത് തന്നെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഇത് ഇരട്ടി മധുരമുള്ള ക്രിസ്മസ് തന്നെയാണ്. അതിങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെ നാട്ടുകാരനായ ഒരു ഇടവകമായ കൂവക്കാട് പിതാവാണ് ഇപ്പോൾ കർദിനാളായി ഉയർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ നിന്നുള്ള സന്തോഷം, അവിടുത്തെ പടക്കം പൊട്ടിക്കലിൻ്റെ ശബ്ദം, ആഹ്ലാദാരവുമാണ് നമ്മൾ കേൾക്കുന്നത്. അനുഗ്രഹീതമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതേസമയം തന്നെ വലിയ ആഹ്ലാദമാണ് മാമൂട് ലൂർദ് മാതാ പള്ളിയിൽ ഉള്ളത്. അവിടെ നിന്നാണ് ഷിനോജ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അതിന് ഞങ്ങൾ അർഹരാണോ, ഞങ്ങൾ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹരാണോ എന്ന സംശയം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ദൈവാനുഗ്രഹമുള്ള ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തിന്